شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, 30 രാവുകളിലെ 5-ാമത്തെ രാവുകളിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ 5-ാമത്തെ രാവിൽ കുതുബു സിത്തയിലെ 5-ാമത്തെ പ്രസിദ്ധ ഗ്രന്ഥമായ ഇമാം നസായിയുടെ സുനനെ സംബന്ധിച്ചാണ് നമ്മുടെ സംസാരം. ഇമാം നസായിയുടെ സുനൻ എന്ന് പറയുമ്പോൾ വേറെയും ചില പേരുകളിൽ ആ ഗ്രന്ഥം അറിയപ്പെട്ടിട്ടുണ്ട്. സുനൻ നസായിയിൽ നിന്നൊരു ഹദീസ് വായിക്കുകയും അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നതിന് മുമ്പായി ഇമാം നസായിയുടെ മുഴുവൻ പേരും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അറിവ് തേടിയുള്ള യാത്രകളെയും സംബന്ധിച്ച് അല്പസമയം പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ കുതുബു സിത്തയിലെ മഹാപണ്ഡിതന്മാർക്ക്, ഹദീസ് ചരിത്രകാരന്മാർ, മഹാമുഹദ്ദിസുകൾ പേരുകൾ നൽകുമ്പോൾ അൽ ഇമാം എന്നും അൽ ഹാഫിൽ എന്നും നാമങ്ങൾ നൽകുന്നതിനെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇമാം നസായിയെ പറഞ്ഞപ്പോഴും അൽ ഇമാം, അൽ ഹാഫിൽ, അബു അബ്ദുറഹ്മാൻ അഹ്മദ് ഇബ്നു ഷുഐബ് ഇബ്നു അലി ഇബ്നു സിനാൻ ഇബ്നു ബഹർ അൽ ഖുറാസാനി അൻ നസായി റഹിമഹുല്ല. ആ പേരിൽ തന്നെ അദ്ദേഹം എവിടെ നിന്നാണെന്നും ഏത് നാട്ടിൽ നിന്നാണെന്നും ഏതു പരമ്പരയിൽ ഉൾപ്പെടുന്നവനാണെന്നും ആരുടെ മകനാണ് എന്നെല്ലാം വളരെ വ്യക്തമാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അഹ്മദ് ഇബ്നു ഷുഐബ് എന്ന നാമമാണ്. ഇമാം നസായി എന്ന പേരിൽ അറിയപ്പെട്ടു, അഹ്മദ് ഇബ്നു ഷുഐബ് അൻ നസായി. നസ എന്നത് ഖുറാസാനിലെ ഒരു അറിയപ്പെട്ട നാടായിരുന്നു നസ. അതിലേക്ക് ചേർക്കപ്പെട്ടിട്ടാണ് നസായി. ചില ഒറ്റപ്പെട്ട ചില ചരിത്രകാരന്മാർ ആദ്യം നിസ എന്ന പേരായിരുന്നു എന്നും നിസായി എന്നാണ് ശരിയായ നാമകരണമെന്നുമൊക്കെ വാദിക്കുന്ന ആളുകളെ കാണാം. എന്നാൽ ബഹുഭൂരിഭാഗം മുഹദ്ദിസുകളും അഹ്മദ് ഇബ്നു ഷുഐബ് അൻ നസായി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം ഇന്നത്തെ തുർക്കുമാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തെക്കുഭാഗത്തായിട്ടായിരുന്നു ഈ ഒരു നാട് സ്ഥിതി കൊണ്ടത്. ഇന്നിപ്പോൾ നസ എന്ന പേരിൽ ഒരു നാട് അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുകയുമില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ജനനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹിജറ 215 അഹ്മദ് ഇബ്നു ഷുഐബ് അൻ നസായി റഹിമഹുല്ല ഭൂജാതനാകുന്നത്. 215 എന്ന് പറയുമ്പോഴും ചില ആളുകൾ രേഖപ്പെടുത്തിയത് അദ്ദേഹം 214 ജനിച്ചു എന്നാണ്. അദ്ദേഹത്തിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായ ഇമാം യൂനുസ് റഹിമഹുല്ല രേഖപ്പെടുത്തിയതും അങ്ങനെയാണ്. 215 സാമ്യമുണ്ടെന്നാണ് ഇമാം നസായി പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പറയുന്നത് അദ്ദേഹം 214 ഹിജറയിലാണ് ജനിച്ചതെന്ന് ചില ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നുവെന്നാണ്. ഏതായാലും അതിൽ നിന്ന് മനസ്സിലാകുന്നത് 214 അവസാനത്തിലും 215 തുടക്കത്തിലുമാകും, ആ ഒരു ഹിജറ വർഷത്തിലാകും മഹാനായ ഇമാം നസായിയുടെ ജനനം സംഭവിച്ചിട്ടുണ്ടാവുക. എന്തിനാണ് നമ്മൾ ഇവരുടെ ജനന വർഷത്തെ ഇത്ര കൃത്യമായി പറയാനും അതിലെ ഇഖ്തിലാഫുകളെ വിശദീകരിക്കാനുള്ള കാരണം? മുഹദ്ദിസുകളുടെ ജീവചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ ജനനവർഷമാകട്ടെ അവരുടെ മരണവർഷമാകട്ടെ പണ്ഡിത ലോകം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞത്, ലമ്മ ഇസ്തഅമല റുവാതു അൽ കദിബ് ഇസ്തഅമൽനാ ലഹുമുത് താരീഖ്. ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ചരിത്രകാരന്മാർ ഓരോ വർഷവും ഓരോ മാസവുമൊക്കെ രേഖപ്പെടുത്തുക എന്നുള്ളത്. അതിൻ്റെ കാരണമാണ് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഒരുപാട് റാവിമാർ നുണകളെ, കള്ളപ്രചരണങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി പാകത്തിൽ ഞങ്ങൾ ചരിത്രത്തിൽ താരീഖുകളെ ഉപയോഗിക്കാൻ തുടങ്ങി. താരീഖ് എന്നതുകൊണ്ട് ഉദ്ദേശം വർഷങ്ങളാണ്. ഓരോ ജനനവർഷങ്ങളെയും മരണവർഷങ്ങളെയും ഞങ്ങൾ രേഖപ്പെടുത്തി തുടങ്ങി എന്നാണ്. നമുക്കറിയാം ഈ 200കളിലായിരുന്നു അഥവാ 3-ാം നൂറ്റാണ്ടുകളിലാണ് കുതുബു സിത്തയിലെ മഹാമുഹദ്ദിസുകൾ മുഴുവൻ ജീവിച്ചതും വളർന്നു പോന്നതും. താബികളിൽപ്പെട്ട പ്രധാനികളായ മഹാപണ്ഡിതന്മാരെ കാണാൻ അവർക്ക് സാധിച്ചു. അവരിൽ നിന്ന് ഹദീസുകൾ അവർ രേഖപ്പെടുത്തി വെക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്തു എന്നുള്ളത് ഹദീസ് പഠന മേഖലയുടെ വിശാലതയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഏതായാലും
ചെറുപ്പത്തിലെ അറിവിനോട് സ്നേഹവും ഇഷ്ടവുമുള്ള ആളായിരുന്നു ഇമാം നസാഇ റഹിമഹുല്ല. ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് യാത്രകൾ, ഏകദേശം 15-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം ഹദീസ് അന്വേഷിച്ച് തിരിഞ്ഞിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്ന എല്ലാ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. 15-ാമത്തെ വയസ്സിൽ ഇറങ്ങാന്ന് പറയുമ്പോൾ ആദ്യം നാട്ടിലുള്ള മഹാപണ്ഡിതന്മാരെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചിറങ്ങിയത്. പ്രസിദ്ധനായ ഖുതൈബത്ത് ബിൻ സഈദ് റഹിമഹുള്ളയോടൊപ്പം 1 വർഷവും 2 മാസക്കാലം അദ്ദേഹം ചെലവിട്ടു എന്നാണ്. അന്ന് അദ്ദേഹം ബാഗിലാനി എന്ന് പറയുന്ന ഒരു നാട്ടിലായിരുന്നു. നസ എന്ന നാട്ടിൽ നിന്ന് ബാഗിലാനിയിലേക്ക് 15-ാമത്തെ വയസ്സിൽ അദ്ദേഹം യാത്ര പോയി. പിന്നെ കുറേ കാലം അവിടെ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് അറിവ് നേടി പിന്നീട് നാട്ടിലുള്ള പണ്ഡിതന്മാരൊക്കെ ഏകദേശം അവരിൽ നിന്നൊക്കെ അറിവുകളും ഹദീസുകളും മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ പുറം രാജ്യങ്ങളിലേക്ക് ഇദ്ദേഹം കടന്നു എന്നാണ്. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ അറിവന്വേഷിച്ചിരുന്നു എന്ന് ഇമാം ദഹബിയൊക്കെ രേഖപ്പെടുത്തുമ്പോൾ നമുക്കതിന് മനസ്സിലാകുന്നത്, ഏതൊരു മുഹദ്ദിസിൻ്റെയും ജീവിതത്തിൽ ഒരുപാട് പണ്ഡിതന്മാരിലേക്കുള്ള യാത്രകളെ നമുക്കിങ്ങനെ കാണാൻ കഴിയും. 1-2 പണ്ഡിതന്മാരിൽ നിന്ന് മാത്രമല്ല അവർ അറിവുകൾ സ്വീകരിച്ചിരുന്നത്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര പടപ്പുകളിൽ നിന്ന് ഇമാം നസായി അറിവ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരെ ക്ലിപ്തപ്പെടുത്തി പറയാൻ നമുക്ക് സാധ്യമല്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ടൊരു ഗ്രന്ഥമാണ് സുനനുൽ കുബ്ര. ഈ സുനനുൽ കുബ്രയും സുനനു സുഹറയും ഒക്കെ പ്രസിദ്ധമാണ്. സുനനു സുഹറയിൽ മാത്രം 335ഓളം ഗുരുനാഥന്മാരുടെ പേരുകൾ മഹാനായ ഇബ്നു ഹജർ അസ്കലാനി എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇബ്നു അസാക്കിറിനെ പോലുള്ള മഹാപണ്ഡിതന്മാർ 444ഓളം ഗുരുനാഥന്മാരെയും വേറെ എങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിയത് കാണാം. ഇതൊക്കെ എത്ര ഗുരുനാഥന്മാർ, എത്ര പണ്ഡിതന്മാർ. ഒരു പണ്ഡിതൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒരു വണ്ടി എടുത്തിറങ്ങും, അവരിൽ നിന്ന് അറിവുകളെ സ്വീകരിക്കാനും കേൾക്കാനും. ഇമാം നസായിയുടെ പ്രധാനപ്പെട്ട ഉസ്താദുമാരെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ലോകപ്രസിദ്ധരായ മുഹദ്ദിസുകളായിരുന്നു. ഇസ്ഹാഖ് ഇബ്നു റാഹവൈ അൽ മിർവസി റഹിമഹുല്ലയെ പോലെ, മഹാനായ ഖുതൈബത്ത് ബിൻ സഈദ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബാഗിലാനിയിലെ മഹാപണ്ഡിതൻ, അതുപോലെ തന്നെ അലി ഇബ്നു ഹജർ അൽ മിർവസി, മുഹമ്മദ് ഇബ്നുൽ മുസന്ന റഹിമഹുല്ല, ഇവരൊക്കെ മഹാനായ ഇമാം നസായിയുടെ ഉസ്താദ്. ഇബ്നു അബി ഷൈബ ഒക്കെ ആ ശ്രേണിയിൽ വളരെ പ്രസിദ്ധനാണ്. അത്ര ഒന്നല്ല, അത് ഒരുപാട് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ കുറേ ശിഷ്യന്മാരും ഉണ്ട്. ഇപ്പോൾ നാട് നീളെ ശിഷ്യന്മാരും ഉണ്ട്. ആർക്ക്? ഇമാം നസായിക്ക്. പ്രസിദ്ധരായ ശിഷ്യന്മാരെ വായിക്കുമ്പോഴാണ് ഇമാം നസായി എന്ന മഹാപണ്ഡിതൻ്റെ അറിവിൻ്റെ ഊക്ക് നമുക്ക് മനസ്സിലാവുക. മഹാനായ അബൂ ബിശ്ർ അദ്ദുലാബിയെ പോലുള്ള പണ്ഡിതൻ ഇമാം നസായിയുടെ ശിഷ്യനാണ്. അബു അവാൻ അൽ അസ്ഫറാനിയെ പോലുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവനാണ്. നമുക്കേറെ അറിയുന്ന ഒരാളാണ് ഇമാം ത്വഹാവി. അഖീദത്തു ത്വഹാവിയെ വായിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. അബൂ ജാഫർ ത്വഹാവി ഇമാം നസായിയുടെ ശിഷ്യനാണ്. അഖീദത്തു ത്വഹാവി ലോകമറിയപ്പെട്ട ഗ്രന്ഥമാണ്. ഇമാം നസായിയിൽ നിന്നൊക്കെ ഇമാം ത്വഹാവി അറിവുകൾ ശേഖരിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് ഇവരുടെ റേഞ്ച് നമുക്ക് മനസ്സിലാകുക. മാത്രമല്ല അബു ഹാറ്റിം മുഹമ്മദ് ഇബ്നു ഹിബ്ബാൻ അൽ ബുസ്തി, ഇബ്നു ഹിബ്ബാൻ എന്ന പേരിൽ അറിയപ്പെട്ടു, അബു ഹാറ്റിം എന്ന പേരിൽ അറിയപ്പെട്ട മഹാപണ്ഡിതൻ. ഏതായാലും ഇവരൊക്കെ ശിഷ്യഗണങ്ങളാണ്. ഞാൻ വല്ലാതെ ശ്രേണി ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, സമയം ദീർഘിപ്പിക്കുന്നില്ല. ഇമാം നസായിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ലോകത്ത് അദ്ദേഹത്തിന് വലിയ സ്ഥാനങ്ങളുണ്ട്. മഹാപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഇമാം നസായി അറിയപ്പെടുന്നു. നല്ല കണിശതയുള്ള പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഹദീസ് നിദാന ശാസ്ത്രത്തിലൊക്കെ ഒരു ആൾക്ക് എന്തെങ്കിലും ഒരു വിശേഷണങ്ങൾ നൽകുമ്പോൾ ആ റാവി വിശ്വസ്തനാണോ, സ്വദൂഖാണോ, സബുത്താണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ ഭയങ്കര കണിശത വെച്ച് പുലർത്തുന്ന ആളുകളിൽപ്പെട്ട യഹ്യ ബിൻ മഈനെ പോലൊക്കെ ആളുകളിൽപ്പെട്ട ആളാണ് ഇമാം നസായി എന്നാണ്. എല്ലാവർക്കും നേരെ സ്വഹീഹിനുള്ള ഒരു തുറന്ന വാതിൽ തുറന്നു കൊടുക്കുന്ന ആളല്ല ഇമാം നസായി എന്നുള്ളത്. ഇമാം നസായിയെ സംബന്ധിച്ച് ചില ചരിത്രത്തിൽ ചില ആളുകൾ തശയ്യോ വാദിച്ചു. തശയ്യോ എന്ന് പറഞ്ഞാൽ ഷിയായിസം. അദ്ദേഹം ഷിയയാണെന്നും ഷിയാക്കൾക്ക് വേണ്ടി ഗ്രന്ഥം രചിച്ച ആളാണെന്നൊക്കെ ചില ആളുകൾ വാദിച്ചത് കാണാം. അതിൻ്റെ ഒരു കാരണം ഇമാം നസായിയുടെ ഒരു ഗ്രന്ഥമാണ്. ഇമാം നസായി ഒരു ഗ്രന്ഥം രചിച്ചത് അന്നത്തെ ഏറ്റവും സുപ്രസിദ്ധമായ ആളുകൾക്കിടയിൽ അറിയപ്പെട്ടത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫളിനെ പറ്റി. പൊതുവേ അലി റളിയല്ലാഹുവിൻ്റെ ഫളിനെ പറ്റി പറയുന്നവരൊക്കെ ഷിയയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും ചില ആൾക്കാർക്ക്. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ആ ഗ്രന്ഥം എഴുതി,
അലി റളിയല്ലാഹുവിൻ്റെ ഫളിനെ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു രൂപത്തിൽ വിശേഷിപ്പിച്ചത് എന്നൊക്കെ അതിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ അത് മനസ്സിലാകും. ഇപ്പം അലി റളിയല്ലാഹുവിൻ്റെ മറ്റ് മാത്രമല്ല, ഇമാം മുആവിയ റഹിമഹുല്ല, മഹാനായ മുആവിയ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമാം നസായി പറഞ്ഞതുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പലപ്പോഴും അഹ്ലുസുന്നയുടെ ശ്രേണിയിൽ നിന്ന് ഒഴിവാക്കാൻ പലരും ശ്രമിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് ലോകത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മഹാപണ്ഡിതന്മാർ എന്ത് ചെയ്യാണ്, ഇമാം നസായിയുടെ യഥാർത്ഥ അഹ്ലുസുന്നത്തിനോടുള്ള സ്നേഹമാണ് ആ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്. ഡമസ്കസിൽ പലപ്പോഴും ഷിയായിസ് ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കക്ഷികൾ ഇങ്ങനെ വല്ലാതെ വളർന്നു വന്ന സമയത്ത് അവരെ സത്യത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, സത്യത്തിലേക്ക് അവരെ ബോധം ഉദിക്കാൻ വേണ്ടി രചിച്ച ഗ്രന്ഥമാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫളിനെ സംബന്ധിച്ചുള്ള ഗ്രന്ഥം. അത് വായിച്ചിട്ട് കുറേ ആളുകൾ ഷിയായിസം വിട്ടെന്ത് ചെയ്തിട്ടുണ്ട്, കടന്നു വന്നു എന്നാണ്. മാത്രമല്ല ഇദ്ദേഹം തശയ്യു ഇല്ലാത്ത ഒരു പണ്ഡിതനാണ് എന്ന് അറിയപ്പെടാനുള്ളൊരു കാരണം ഇദ്ദേഹം സ്വഹാബത്തിനെ സംബന്ധിച്ചുള്ള, സ്വഹാബത്തിൻ്റെ ഫളിലുകളെ സംബന്ധിച്ചുള്ള ഗ്രന്ഥം വേറെ രചിച്ചിട്ടുണ്ട്. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫളിലിനെ വിശദീകരിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രേഷ്ഠതകളെ വിശദീകരിക്കുന്നു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വങ്ങൾ അദ്ദേഹം അതിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അതും കഴിഞ്ഞ് 4-ാമത്തെ സ്ഥാനത്താണ് അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നെല്ലാം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഓരോ ഹദീസ് ഗ്രന്ഥങ്ങളെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ കണ്ണോടിച്ച് നോക്കിയാൽ തന്നെ അദ്ദേഹം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതനാണെന്ന് ബോധ്യമാകും. എന്തായാലും നമ്മൾ തൽക്കാലം ഇമാം നസായിയുടെ വിശദീകരണം നമ്മളവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ഇമാം നസായിയുടെ ഗ്രന്ഥം. ഇമാം നസായി ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അസുനനുൽ കുബറ, അസുനനുൽ സുഗറ, അത്തബഖാത്ത്, അമലുൽ യൗമി വലൈല, അതൊരു ഹദീസ് ഗ്രന്ഥമാണ്. പിന്നെ ഫലായിലു സഹാബ, നേരത്തെ ഞാനത് സൂചിപ്പിച്ചതാണ് ഫലായിലു സഹാബ എന്ന ഗ്രന്ഥത്തെ. പിന്നെ ഫലായിലുൽ ഖുർആൻ, തഫ്സീറുൽ ഖുർആൻ, ഇതൊക്കെ ഇമാം നസായിയുടെ ഗ്രന്ഥങ്ങളാണ്. ഇതിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇമാം നസായിയുടെ കുതുബു സിത്തയിൽപ്പെട്ട സുനനു സുനനുൻ നസായി എന്ന പേരിൽ അറിയപ്പെട്ട ഗ്രന്ഥമാണ്. ഇതിനെ ആ സുനനുൻ നസായിക്ക് കുറേ പേര് ചില പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്, കുറേ പേര് സുനനുൻ നസായിക്ക് കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ട 4 പേരുകൾ, ഒന്ന് അൽ മുജ്തബ എന്ന പേര് എന്ത് ചെയ്തിട്ടുണ്ട്, സുനനുൻ നസായിക്ക് ചില ആൾക്കാർ കൊടുത്തു. അതായത് ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്നു അസീറിനെ പോലുള്ള, ഇമാം ദഹബിയെ പോലുള്ള ചില പണ്ഡിതന്മാരാണ് ഇതിന് അൽ മുജ്തബ എന്നുള്ള പേരെടുത്തത്. നമ്മളിപ്പോൾ സുനനുൻ നസായി എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ചില ആൾക്കാർ അൽ മുജ്തബ എന്ന് പറയുമ്പോഴാണ് ഇമാം നസായിൻ്റെ ഗ്രന്ഥം അറിയപ്പെട്ടിരുന്നതെന്നാണ്. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ആ സുനനുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ നിന്നും നല്ല ഹദീസുകളെ, കുറച്ചും കൂടി സ്വീകാര്യമാകുന്ന ഹദീസുകളെ തിരഞ്ഞെടുത്ത് ശുദ്ധമാക്കിയതിനാൽ അൽ മുജ്തബ, ഇജ്തബ എന്നുള്ള വാക്ക് എൻ്റെ അർത്ഥം ഇസ്തഫ എന്നാണ്, തിരഞ്ഞെടുത്തു എന്നാണ്. അതുകൊണ്ടാണ് സുനനുൽ കുബ്രയിൽ നിന്ന് തിരഞ്ഞെടുത്തതിനാൽ അൽ മുജ്തബ എന്ന് പേര് പറഞ്ഞു. എന്നാൽ ചില പണ്ഡിതന്മാർ ഈ സുനനിനെ സുനനു സുഗറ എന്ന് പറഞ്ഞു. സുനനുൽ കുബ്ര വമ്പിച്ച ഗ്രന്ഥമാണ്, അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി താഴെക്കടയിൽ നിൽക്കുന്നൊരു ഗ്രന്ഥമാണ് സുനനു സുഗറ. അപ്പോൾ ഇമാം നസായിൻ്റെ സുനനി എന്ന് കേൾക്കുമ്പോൾ പണ്ട് കാലത്ത് സുനനു സുഗറ എന്നും പറഞ്ഞിട്ടുണ്ട്, മുജ്തബ എന്നും അതിന് പേര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ല കാര്യമാണ്. അറിയപ്പെട്ടത് സുനനുൻ നസായി എന്ന പേരാണ്, സുനനുൻ നസായി. പിൽക്കാല ആധുനിക പണ്ഡിതന്മാരും പിൽക്കാല ശേഷം ഇമാം നസായിക്ക് ശേഷമുള്ള മഹാപണ്ഡിതന്മാരൊക്കെ സുനനുൻ നസായി എന്ന പേരാണ്. എന്നാൽ ദാറുഖുത്തിനെയൊക്കെ ഈ ഗ്രന്ഥത്തിനെ സ്വഹീഹ് എന്നാണ് വിളിച്ചത്, സ്വഹീഹുൻ നസായി എന്നുള്ള പേരാണ്. ഇമാം ദാറുഖുത്തിനി മാത്രമല്ല, ഖത്തീബുൽ ബഗ്ദാദി, ഇബ്നുൽ മന്ദ പോലുള്ള പണ്ഡിതന്മാർ. പക്ഷേ അത് സ്വഹീഹ് എന്ന പേര് അതിന് ചേരൂല എന്നുള്ളത് ഇമാം നസായി എന്നെ വ്യക്തമാക്കിയതാണ്. ഇമാം നസായി പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഹദീസ് ഗ്രന്ഥത്തിൽ സ്വഹീഹായ ഹദീസുമുണ്ട്, ഹസനായ ഹദീസുമുണ്ട്, ലഈഫായ ഹദീസുമുണ്ട് എന്നാണ്. അപ്പോൾ അതിനങ്ങനെ വേർതിരിച്ചറിയാൻ പണ്ഡിതന്മാർക്ക് സാധിക്കും. നമ്മളപ്പോൾ പലപ്പോഴും ചോദിക്കും, ഇപ്പോൾ ഇമാം ബുഖാരിയൊക്കെ ലക്ഷക്കണക്കിന് ദുർബലമായ ഹദീസ് മനഃപ്പാടമാക്കി വെച്ചല്ലോ. ഇവരുടെ ഗ്രന്ഥങ്ങളിൽ ഇമാം നസായിയുടെ ഇപ്പോൾ സുനനുകളിൽ തന്നെ ദുർബലമായ ഹദീസുകളും ഉണ്ടല്ലോ, അതിനെ മാറ്റി വെച്ചൂടെ? എന്തിനാണ് പലപ്പോഴും ഇവർ ഈ ദുർബലമായ ഹദീസുകളെ രേഖപ്പെടുത്തിയത്? ദുർബലമായ ഹദീസുകളെ സംബന്ധിച്ചുള്ളൊരു ബോധ്യം സമൂഹത്തിനുണ്ടാവാനും കൂടിയാൻ. മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട് വേറെയും കുറേ ഗവേഷണങ്ങളുണ്ട്, നമ്മൾ വല്ലാതെ ആ ഒരു ഭാഗത്തേക്ക് നീങ്ങുന്നില്ല. ഏതായാലും സുനനു നസായിയിൽ എത്ര ഹദീസുകളുണ്ട്? ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞു പോയ 4 ഗ്രന്ഥങ്ങളിലും എത്ര ഹദീസുകളുണ്ട് നമ്മൾ പറഞ്ഞു. സുനനു നസായിയിൽ എത്ര ഹദീസുകളുണ്ട്? പല പണ്ഡിതന്മാരും പറഞ്ഞത് 53ഓളം അൽ കിതാബ്, പ്രധാന അധ്യായങ്ങൾ എന്തുണ്ട്, സുനൻ നസായിലുണ്ട് 53ഓളം. പിന്നെ ആ 53ഓളം അധ്യായങ്ങളിൽ 2572 ബാബുകൾ അഥവാ ഉപാധ്യായങ്ങൾ. നമ്മളിങ്ങനെ കിതാബ് എന്ന് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ കുറേ ഹദീസ് ഇന്ന ബാബ് എന്നൊക്കെ പറയില്ല. അങ്ങനെ 2572 ബാബുകളുണ്ട്.
ഈ 2572 ബാബുകളിൽ 5758 ഹദീസുകൾ സുനനുൻ നസായിലുണ്ട് എന്നാണ്. 5758. അതിൽ ആവർത്തനം അടക്കാണ്, റിപ്പീറ്റേഷൻ അടക്കാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5758 ഹദീസിൽ ആകെ ഒരു ഹദീസാണ് ഈ രാവിൽ നമ്മൾ വിശദീകരിക്കുന്നത്. കുറേ ഹദീസുകളുണ്ട്. അപ്പോൾ ഈ ഹദീസ് ഇമാം നസായിയുടെ സുനനിൽ മാത്രമല്ല നമ്മളിന്ന് പറയാൻ പോകുന്ന ഹദീസ് ഉള്ളത്. അത് സ്വഹീഹ് മുസ്ലിമിൽ കാണാം, സുനന് തുർമുദിയിൽ കാണാം, സുനൻ അബൂദാവൂദിലൊക്കെ കാണാം. പക്ഷേ ഇന്ന് നമ്മൾ എന്തുകൊണ്ട് ഇത് സുനനു നസായിൽ നിന്ന് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അബൂ ഹുറൈറ എന്ന് പറഞ്ഞ മഹാനായ ഒരു സ്വഹാബിയെ വിശദീകരിക്കാനും കൂടിയാണ്. നമ്മുടെ ഈ ഒരു പരമ്പര പോകുന്നത് ആ രീതിയിലാണ്. അപ്പോൾ ഹദീസ് ഞാൻ വായിക്കാം. കിതാബുൽ മസാജിദ്, നേരത്തെ പറഞ്ഞ 53ഓളം കിതാബുകളിലെ ഒരു കിതാബ് എന്ന് പറഞ്ഞാൽ പ്രധാന അധ്യായങ്ങൾ, പ്രധാന ഹെഡിങ്. ആ ഹെഡിങ്ങിൽ ഒന്നാണ് അൽ മസാജിദ് എന്ന് പറഞ്ഞ ഭാഗം. അപ്പോൾ സുനനിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ അൽ മസാജിദ് എന്ന് പറഞ്ഞാൽ പള്ളിയുമായി ബന്ധപ്പെട്ട ഹുക്കുമുകളെ പറ്റി പറയുന്ന, അതിനെപ്പറ്റിയുള്ള മര്യാദകൾ പറയുന്ന തലവാചകങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. അതിൽ ആ ഭാഗത്ത് അത്തരം ഹദീസുകൾ കാണാൻ കഴിയുമെന്നാണ്. ആ കിതാബുൽ മസാജിദിൽ മാ തുഷദ്ദുർ റിഹാലു ഇലൈഹി മിനൽ മസാജിദ്, പള്ളികളിൽ പുണ്യം തേടിക്കൊണ്ട് ഏതെല്ലാം പള്ളികളിലേക്ക് യാത്ര പോകാം എന്ന് പറഞ്ഞ ബാബാണ്, ആ ഒരു ഉപാധ്യായമാണ്. قال المصنف أذا قال إمام نسائي رحمه الله أخبرنا محمد بن منصور قال حدثنا سفيان الثوري عن الزهري عن سعيد بن جبير عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم قال لا تشد الرحال إلا إلى 3 مساجد مسجد الحرام ومسجدي هذا ومسجد الأقصى. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് സുപരിചിതമായ ഒരു ഹദീസാണ് നമ്മൾ ഇമാം നസായിൽ നിന്ന് തിരഞ്ഞെടുത്തത്. അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത മഹാനായ അബൂ ഹുറൈറ. നമ്മൾ 4 ആൾക്കാരെ ഇതുവരെ തിരഞ്ഞെടുത്തത് ഖുലഫാഉർ റാഷിദുകൾ എന്ന കണക്കിലായിരുന്നു. നമ്മൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കടത്തുന്നത് അബൂ ഹുറൈറയെ തിരഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്ത ഒരാൾ എന്നുള്ള നിലക്കാണ് ഇന്ന് ആ ഒരു ഹദീസിനെ തിരഞ്ഞെടുത്തത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ ഒരു രൂപത്തിലല്ല, അടുത്ത ക്ലാസ്സിൽ അബാദിലകളെ 4 അൽ അബാദിലത്തുൽ അർബഅയുടെ ഹദീസുകളായിരിക്കും ഇനി വരുന്ന 4 രാവുകളിൽ നമ്മൾ കേൾക്കാം. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് നമുക്ക് പറയാം. എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുഴുവൻ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഖർ. ഇനി സ്വഹാബിയുടെ ചരിത്രമാണ് കേൾക്കുക. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ചില പണ്ഡിതന്മാർ വേറെ പേരും എന്ത് ചെയ്തിട്ടുണ്ട്, അബൂ ഹുറൈറക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതാണ് സ്ഥിരപ്പെട്ടതെന്നാണ് ഭൂരിഭാഗം മുഹദ്ദിസുകളുടെയും ഭാഷ്യം. ജാഹിലിയൻ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേര് എന്താണ്, ചില ആൾക്കാരൊക്കെ അബുൽ അസ്വദ് എന്ന് വിളിച്ചിരുന്നു എന്നാണ്. അബുൽ അസ്വദ് അബൂ ഹുറൈറനെ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പഴയ പേരായിട്ട് വേറെ ചില പണ്ഡിതന്മാർ അബ്ദുഷംസ്, ഇപ്പോൾ അബ്ദുറഹ്മാൻ എന്ന് പേരിന് അബ്ദുഷംസ് എന്ന പേരുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. അതായത് അബൂ ഹുറൈറ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. എന്തുകൊണ്ട് അബൂ ഹുറൈറ എന്ന പേരിൽ അറിയപ്പെട്ടു എന്നുള്ള നമുക്കറിയാം. അദ്ദേഹം ഒരു കുഞ്ഞു പൂച്ചയെ എപ്പോഴും താലോലിക്കുകയും അതിനെങ്ങനെ കൊണ്ട് നടക്കുകയും രാത്രികളിൽ മരപ്പൊത്തിൽ അതിനെ സൂക്ഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ എന്ന് പേര് വിളിച്ചു. ആ പേര് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ആളുകളൊക്കെ പിന്നെ ആ പേരിലാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. എന്നാൽ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ഒരുപാട് ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത പാവപ്പെട്ട സ്വഹാബികളിൽ ഒരാളാണ്. മദീനത്തെ പള്ളിയിൽ അഹ്ലുസുഫ എന്ന് പറഞ്ഞിരുന്ന ഒരു വിഭാഗം പട്ടിണി കടന്ന് ജീവിച്ചിരുന്ന ഒരു പറ്റം സ്വഹാബത്തിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിടത്തൊക്കെ വളരെ വിശാലമായിട്ട് കാണാം. അതൊക്കെ നമ്മൾ വായിച്ചെടുക്കണം. പ്രത്യേകിച്ച് ചില ആളുകൾ, ചില കുബുദ്ധികൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവെ വിമർശിക്കുന്നു. എന്തിനു വേണ്ടി? അദ്ദേഹം വിമർശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആയിരക്കണക്കിന് ഹദീസുകളെ എന്ത് ചെയ്യാം, ഇവർക്ക് തള്ളാം. അവർക്കതിനെ അതിൻ്റെ നേരെ സംശയത്തിൻ്റെ പല അമ്പുകളും അതിന് നേരെ അവർക്ക് ചെയ്യാം. അതുകൊണ്ടാണ്. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം വളരെ തുറന്നുവെക്കപ്പെട്ട പുസ്തകം പോലെ ലോകത്ത് അറിയപ്പെട്ടതാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ അതിനെ രേഖപ്പെടുത്തിയതും കാണാം. ഏതായാലും സ്വഹാബികളുടെ കൂട്ടത്തിൽ ഇത്ര ഹദീസ് രേഖപ്പെടുത്തിയ ഒരാളില്ല. എത്ര ഹദീസ്? 5373 ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുവെന്നാണ് അതിനെ ക്ലിപ്തപ്പെടുത്തി പറയുന്ന ചില മുഹദ്ദിസുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞു പോരുന്നത്. ഏതായാലും അൽ ഇസാബ ഫി തമീസ് സ്വഹാബ, ഇബ്നു ഹജർ അസ്കലാനിയുടെ സ്വഹാബത്തിനെ സംബന്ധിച്ച് മാത്രം പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഒരിക്കൽ ഇദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇബ്നു ഹജർ അവിടെ എടുത്ത് കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അഥവാ ഒരു പരമ്പര ഉദ്ധരിച്ചിട്ട് രേഖപ്പെടുത്തുകയാണ്.
ഞാൻ അനാഥനായിട്ടാണ് യതീമായിട്ടാണ് വളർന്നത്. യതീമായിട്ട് വളർന്നു എന്ന് മാത്രമല്ല, ഞാൻ മിസ്കീനായിട്ട് ഹിജറ പോവുകയും ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ അവസ്ഥകളെ സംബന്ധിച്ച് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ചരിത്രം പോലും, ഇപ്പോൾ സഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസുണ്ട്. അതേ ഹദീസ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുസ്നദിലും എന്ത് ചെയ്തിട്ടുണ്ട്, റിവായത്ത് ചെയ്യുന്നുണ്ട്. ഉമ്മയുടെ ഇസ്ലാം മത സ്വീകരണത്തെ സംബന്ധിച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ ഉമ്മ മൈമൂന ബിൻത്ത് സുബൈ ഒരു സഹാബിയയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുസ്ലിമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നിമിത്തം അബൂ ഹുറൈറ അത്രമാത്രം നബിനോട് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ. അങ്ങനെ നബിയുടെ പ്രാർത്ഥന നിമിത്തം മുസ്ലിമായ സഹാബിയയായ അദ്ദേഹത്തിൻ്റെ ഉമ്മയെ സംബന്ധിച്ചും നബിയുടെ ഹദീസുകളിൽ കാണാൻ കഴിയുമെന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം ലോകം അറിയുന്നത്. ഏതായാലും മുഹാജിറുകളിൽ പലരും കച്ചവടങ്ങളിലും അൻസാറുകളിലുള്ള പല ആളുകളും മറ്റുള്ള ആവശ്യങ്ങളിലുമൊക്കെ വ്യാപൃതരായപ്പോൾ നബിയുടെ കൂടെ ഇരുന്ന് അവർക്ക് കിട്ടാത്ത പല ഹദീസുകളെയും പരമാവധി ശേഖരിച്ചു വച്ചവനായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഏതായാലും ഹദീസിൽ മാത്രമല്ല കേട്ടോ, ഖുർആനിൽ, ഹദീസിൽ, ഫിഖ്ഹിൽ ഒക്കെ നല്ല അവഗാഹമുള്ള മഹാപണ്ഡിതനായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇനി പറയുകയാണെങ്കിൽ നമുക്ക് കാണാം, നബിനെ നല്ല സ്നേഹമാണ്. നബി കുടുംബത്തെയും നന്നായി സ്നേഹിച്ചവനാണ്. നബി കുടുംബത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഈമാൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഈ പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാം, അതിൽ സുന്നയുടെയൊക്കെ ജീവചരിത്രം മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാം നബി കുടുംബത്തോട് വല്ലാത്ത സ്നേഹമുള്ളവരാണ്. എന്നാൽ ചില ആളുകൾ നബി കുടുംബത്തോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിലരുടെ വാദങ്ങളെങ്ങനെ നിലനിർത്താൻ വേണ്ടി പലപ്പോഴും വിമർശിക്കുന്നത് കാണാം. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നന്നായി നബി കുടുംബത്തോട് ഇഷ്ടമുള്ളവനാണ്. കാരണം അബൂ ഹുറൈറ തന്നെ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, ആ രണ്ടാളുകളെ സ്നേഹിച്ചവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു, ആ രണ്ടാളുകളെ വെറുത്തവൻ എന്നെ വെറുത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഏതാ രണ്ടാൾക്കാർ? ഒന്ന് ഹസനും ഒന്ന് ഹുസൈനുമാണെന്നാണ്. ഹസൻ ഹുസൈനോടുള്ള സ്നേഹത്തെ സംബന്ധിച്ചുള്ള ഹദീസ് റിവായത്ത് ചെയ്തത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. ഏതായാലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാളാണ്. റസൂൽ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. അയ്യാമുൽ ബീദിൽ നോമ്പ് നോൽക്കാനും ദുഹ നമസ്കരിക്കാനും അതുപോലെ തന്നെ വിത്റാക്കി കിടന്നുറങ്ങാനും എന്നോട് എൻ്റെ അബുൽ ഖാസിം എൻ്റെ കൂട്ടുകാരൻ എന്നോട് കൽപ്പിച്ചുവെന്ന് നബിയുടെ സ്നേഹത്തെ അദ്ദേഹം വാചാലമായി പറഞ്ഞത് ഹദീസുകളിൽ കാണാം. അതാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ്, മസ്ജിദുൽ ഹറാം വ മസ്ജിദി ഹാദാ വ മസ്ജിദുൽ അഖ്സ. റസൂലുള്ളാഹി പറഞ്ഞു, 3 പള്ളികളിലേക്ക് പുണ്യം തേടി വിശ്വാസികൾ യാത്ര പോകാൻ പാടുള്ളൂ. നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ട ഒരു ഹദീസാണ്. പുണ്യം പ്രതീക്ഷിച്ച് യാത്ര പോകാൻ പറ്റിയത് 3 പള്ളികൾ മാത്രമാണ്. അത് മസ്ജിദുൽ ഹറമാണ്, പിന്നെ മസ്ജിദുൽ നബവിയാണ്, പിന്നെ മസ്ജിദുൽ അഖ്സയാണ്. മസ്ജിദുൽ ഹറം അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. ഇവിടെ റിഹാൽ ലാ തുഷദ്ദു, ഇവിടെ താ എന്ന് ദമ്മയാണ്. ലാ തുഷദ്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരോധം, അഥവാ അവിടെ നഹി, പാടില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കുകയാണ് ആ ലൊമ്മ് എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. ലാ തുഷദ്ദു, പാടില്ല അല്ലേ. ലാ തുഷദ്ദു എന്താണ്, കച്ചകെട്ടി ഇറങ്ങാൻ പാടില്ല, യാത്രക്ക് ഇറങ്ങാൻ പാടില്ല. റിഹാൽ എന്ന വാക്കിന് ഒട്ടകക്കൂട്ടങ്ങൾ എന്നർത്ഥമുണ്ട്. റിഹാൽ എന്ന വാക്കിന് പിന്നെ എന്താണ് ഈ കുതിരയുടെ കുളമ്പ്, കാലിൻ്റെ ചുവട്ടിൽ കാണുന്ന കുളമ്പ് എന്നർത്ഥമുണ്ട്. എന്നാൽ ഇവിടെ റിഹ്ല, യാത്ര എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കപ്പെട്ടത്. 3 സ്ഥലത്തേക്ക് യാത്ര പോവുക പുണ്യം പ്രതീക്ഷിച്ചിട്ട്. എന്താ പുണ്യം? ഇപ്പം നമുക്കറിയാം, മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹി അവിടെ വിശദീകരിച്ച എന്താ, മറ്റു പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി നമസ്കാരത്തിൻ്റെ പ്രതിഫലമാണ് അത്. എന്നാൽ ഇതിനേക്കാളും കൂടുതൽ ലഭിക്കുന്ന ഒരു പള്ളിയേ ഉള്ളൂ, അത് മസ്ജിദുൽ ഹറമാണ്. 1,00,000 ചില്ലാനം നമസ്കാരത്തിൻ്റെ പ്രതിഫലമാണ് ഒരു നമസ്കാരത്തിന് അവിടെ നൽകപ്പെടുന്നത് എന്നാണ്. ഇനി മസ്ജിദ് അഖ്സ എന്നുള്ള പേര് വരാനുള്ള അഖ്സ എന്താ? മസ്ജിദുൽ അഖ്സ അങ്ങേയറ്റത്തെ പള്ളി എന്ന് അതിനർത്ഥം. അഥവാ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൻ്റെ ഒരു അറ്റത്തുള്ള പള്ളിയായിരുന്നു ബൈത്തുൽ മുഖദ്ദസ് എന്ന മസ്ജിദുൽ അഖ്സ. അതുകൊണ്ടാണ് ആ പേരിൽ ആ ഒരു ഇത് അറിയപ്പെട്ട അങ്ങേയറ്റത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. ഏതായാലും പുണ്യം പ്രതീക്ഷിച്ച് യാത്ര പോകാൻ മാത്രം ശ്രേഷ്ഠതകളുള്ള ഭവനം ഈ 3 ഉണ്ടായിരിക്കെ വേറൊരു ഭവനത്തിലേക്കും വിശ്വാസികൾ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. ഇനി പോവാം, അറിവ് അന്വേഷിച്ച് പോകാം, ജിഹാദിന് വേണ്ടിക്ക് പോകാം, ഇനി അതിൽ ചില സിയാറത്തുകൾക്ക് വേണ്ടി പോകാമെന്ന് പറഞ്ഞു. ഈ സിയാറത്തിൽ തന്നെ പല നിബന്ധനകളും പറഞ്ഞതായിട്ട് എന്ത് ചെയ്തിട്ട് ഇമാം സുയൂത്തിയൊക്കെ രേഖപ്പെടും. ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥമൊക്കെ വിശദീകരിക്കുന്ന ഇമാം സുബുക്കി, ഈ പേര് ഇപ്പോൾ ഇമാം സുബുക്കി, ഇമാം സുയൂത്തി എന്നൊക്കെ പറഞ്ഞത് ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഷാഫി മദ്ഹബിൻ്റെ ഈ വാദങ്ങൾ കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും പ്രതീക്ഷിച്ച് പല നാടുകളിലേക്കും പോകുന്നത് നമ്മൾ കാണുന്നവരാണ്.
പുണ്യം പ്രതീക്ഷിച്ചില്ലേ. ഈ 3 പള്ളികളിൽ പോയി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പ്രാർത്ഥിക്കേണ്ടതിന് പകരം പല ശവകുടീരങ്ങളിലേക്കും പോയി കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളെ നമുക്കിന്ന് കാണാനാകും. അജ്മീറിലേക്കും നിസാമുദ്ദീനിലേക്കും പല ദർഗകളിലേക്കും അല്ലെ അവിടെ ചെന്ന് കണ്ണീർ വാർക്കുന്ന ആളുകളെ കാണാം. എന്നാൽ മസ്ജിദുൽ ഹറമിലോ മദീനത്തുൻ നബവിയിലോ മസ്ജിദുൽ അഖ്സയിലോ ചെന്ന് കണ്ണ് നിറയുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അല്ലാണ്ട് റസൂൽ പഠിപ്പിച്ചത് ഈ 3 പള്ളികളിലേക്കാണ്. ഇത് ഇപ്പോൾ ഈ ശവകുടീരങ്ങളിലേക്കുള്ള യാത്ര എന്നൊക്കെ പറയുന്നത് വിമർശനത്തിന് വേണ്ടി പറഞ്ഞതോ അല്ല. ഇപ്പോൾ അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ഒരാൾ വന്ന് പറയാണ്, ഞാൻ തൂരി സീന കാണാൻ പോവാൻ, എനിക്ക് തൂരി സീന കാണാൻ ഇഷ്ടമാണ്, ഞാൻ സിയാറത്ത് പോകണമെന്ന് പറഞ്ഞു. അന്നേരം അബ്ദുള്ള ഇബ്നു ഉമർ പറയാം, നീ തൂരി സീന കാണാൻ പോകണ്ട, തൂരി സീനയിലേക്ക് സിയാറത്ത് പോകണ്ട. കാരണം സിയാറത്ത് എന്നുകൊണ്ട് പുണ്യം പ്രതീക്ഷിച്ചിട്ടുള്ള യാത്ര അള്ളാഹുവിൻ്റെ റസൂൽ അനുവദിച്ചത് 3 പള്ളിയിലേക്ക് മാത്രമാണ്. എന്നിട്ട് ഈ ഹദീസ് ഓതിക്കൊടുത്തു എന്നാണ് ഇമാം അഹമ്മദിൻ്റെ മുസ്നദിൽ ആ ഒരു സംഭവത്തെ നമുക്ക് എടുത്ത് വായിക്കാനുമാകും. ഏതായാലും മുകളിൽ പറഞ്ഞ 3 പള്ളികളിലേക്കല്ലാതെ പുണ്യസ്ഥലങ്ങൾ വേറെ എത്ര പുണ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇനി ഏത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനുണ്ടെന്ന് പറഞ്ഞാലും, മരിച്ച ആളുണ്ടെന്ന് പറഞ്ഞാലും, പ്രത്യേകം പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര പോകരുത് എന്ന് ആണ് ഇപ്പോൾ നമ്മളെ അറിയപ്പെട്ട ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തിന് ഷർഹെയ്തിയ ഇമാം സുനആനിയുടെ സുബുലു സലാമിലെ വരി, ഞാനിപ്പോൾ പറഞ്ഞ വരി സുബുലു സലാമിലെ വരിയാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞതാണ്, ഇന്നന്ന പണ്ഡിതനുണ്ട്, ഇന്നന്ന മഹാനുണ്ട്, ഇന്നന്ന മഹാൻ്റെ മക്ബറയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്ത് ചെയ്യേണ്ടതില്ല, അങ്ങോട്ട് യാത്ര പോകേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈ 3 ഭവനങ്ങളിലേക്കാണ്. ഇത് മഹാനായ പണ്ഡിതൻ ഇമാം സുനആനി റഹിമത്തുള്ളാഹി അലൈഹി സുബുലു സലാമിൽ പറഞ്ഞ വാക്കാണ്. ഞാനതിനെ എടുത്തുദ്ധരിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കാണാം കുറേ ആളുകൾ പല പള്ളികളിലേക്കും എന്ത് ചെയ്യുന്നു, പല പള്ളികളിലേക്കും മാത്രമല്ല പല ദർഗകളിലേക്കും പോകുന്നു എന്നുള്ള ആ ഒരു സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ഏതായാലും അതൊരു പാഴ്വേലയാണ്, നമ്മളെ നിരോധിക്കപ്പെട്ട കാര്യമാണ്. ഇമാം സുർഖാനി മുവത്തയുടെ ഷറഹിൽ ഈ ഒരു സംഭവം രേഖപ്പെടുത്തിയത് കാണാം. വെറുതെ പോകണം, അങ്ങനെ പോകേണ്ട ആവശ്യമില്ല, പോകേണ്ടത് ഈ 3 പള്ളിയിലേക്കാണ് എന്നാണ്. ഇമാം സുർഖാനിയൊക്കെ ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്. ഇമാം നവവി രേഖപ്പെടുത്തിയതൊക്കെ പ്രിയപ്പെട്ടവരെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണമെന്നുണ്ട്. ഏതായാലും സമയത്തിൻ്റെ ദൈർഘ്യം എന്നുള്ള നിലക്ക് ഒരു സംഭവം കൂടി ഈ ഒരു ഇതിൻ്റെ വിശദീകരണം എന്നുള്ള നിലക്ക് വിശദീകരിക്കുകയാണ്. നമുക്കേറെ സുപരിചിതനാണ് മഹാനായ പണ്ഡിതൻ ഇമാം തഹാബി റഹിമഹുള്ളയൊക്കെ. ഇമാം റാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ പൗരോഹിത്യമൊക്കെ ഏറ്റവും കൂടുതൽ എടുത്തുദ്ധരിക്കുന്ന മഹാമുഫസ്സിറാണ് ഇമാം റാസി. യാഥാസ്ഥികരാണ് പലപ്പോഴും ഈ പറയപ്പെട്ട പുണ്യങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞ് സമൂഹത്തെ വ്യതിചലിപ്പിച്ചത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്, യഥാർത്ഥത്തിൽ ഒരു ശവകുടീരത്തിലേക്കൊക്കെയുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു വിഗ്രഹാരാധനക്ക് തുല്യമാണെന്നാണ്. വിഗ്രഹാരാധനക്ക് തുല്യമാണെന്ന് ഇമാം റാസിയൊക്കെ കടുപ്പിച്ച് പറയണമെങ്കിൽ ഈ പൗരോഹിത്യം തന്നെ പുകഴ്ത്തി പറയുന്ന ആ മഹാപണ്ഡിതൻ ഈ വാചകം രേഖപ്പെടുത്തിയത് എവിടെയാണ്? സൂറത്ത് യൂനുസിൻ്റെ 18-ാമത്തെ ആയത്തിന് ഇമാം റാസി കൊടുക്കുന്ന വിശദീകരണം ഒന്ന് വായിച്ചു നോക്കുക. അവിടെ അദ്ദേഹം പറയുകയാണ്, ഖബറിൽ കിടക്കുന്ന ആൾ അള്ളാഹുവിങ്കൽ തനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി ഒരാൾ ആ സൃഷ്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു മഹാൻ്റെ ഖബറുകൾ ആദരിക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ, അതിലേക്ക് അയാൾ ചേക്കേറുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അതൊരു വിഗ്രഹാരാധനക്ക് തുല്യമാണെന്നാണ്. ഇവിടെ ഒരിക്കലും ഖബറാളിനെ അനാദരിക്കണമെന്നോ ഖബർ കാണാൻ പോകണ്ടെന്നൊന്നുമല്ല പറഞ്ഞത്. ഖബർ സിയാറത്ത് നമുക്ക് മരണം ഓർമ്മിക്കാനുള്ള കാര്യമാണ്. ഖബറാളി ആദരിക്കപ്പെടേണ്ടവനാണ്, പക്ഷെ ഒരിക്കലും ആരാധിക്കപ്പെടേണ്ടവനല്ല. ഖബറാളി ആദരിക്കപ്പെടേണ്ടവനാണ്, അനാദരിക്കപ്പെടാൻ പാടില്ല. എന്നാൽ ആരാധിക്കപ്പെടാനും പാടില്ല എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ ഈ ഒരു ഹദീസിനെ എടുത്തുദ്ധരിച്ചതും ആ ഒരു കാര്യമാണ്. ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരിക്കലും ഖബറാളിയോട് പ്രാർത്ഥിക്കാതിരിക്കുക. പല ദർഗകളിലേക്കുമുള്ള ഏർവാടിയാകട്ടെ, ഇനി അതല്ല നേരത്തെ പറഞ്ഞ നാഗൂരാവട്ടെ, അങ്ങനത്തെ യാത്രകളിലേക്ക് സിയാറത്ത് ടൂർ എന്നൊക്കെ പറഞ്ഞു പോകുന്നവർ അവർക്ക് വേണ്ടി, അവിടെ കിടക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, നേരെ മറിച്ച് അവരോട് പലതും ചോദിച്ചു വാങ്ങാനാണ് ഈ യാത്രകൾ. ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ് എന്നാണ് ഈ ഹദീസുകൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇന്ന് വായിച്ച ഹദീസ് വളരെ പ്രസക്തമാണ്, അതിൻ്റെ വിശദീകരണം വിശാലമാണ്. വളരെ ചുരുക്കി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ യാത്ര ഇനിയും തുടരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം നസായിയുടെ ചരിത്രം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെ വിശദീകരിച്ചു, അദ്ദേഹത്തെ ഗ്രന്ഥത്തിൽ നിന്നൊരു ഹദീസ് പറഞ്ഞു, ആ ഹദീസ് ഉദ്ധരിച്ച റാവിയായ അബൂ ഹുറൈറയെ വിശദീകരിച്ചു. ഏതായാലും ഈ രാവ് ധന്യമാണ്. ഇൻഷാ അള്ളാഹ് അടുത്ത രാവിൽ കുതുബുസ് സിത്തയിൽ അവസാനത്തെ ശ്രേണിയായ അവസാനത്തെ കണ്ണിയായ
ഇബ്നു മാജ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ നിന്നൊരു ഹദീസുമായി നമുക്ക് അടുത്ത രാവിലെ കണ്ടുമുട്ടാം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.